നമ്മളാലത്തൊന്നുമില്ല ശബരിമല പോയപ്പോ ആരും ഒന്നും മോട്ടിക്കില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും മോട്ടിക്കുന്നു. പോലീസൊന്നും എന്റെ മയോട് ഒന്നും ചെയ്തില്ല. പോലീസൊന്നും ഭ്രാന്താവുന്നു. ഈ ഒരു സുപ്രഭാതത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയായിരുന്നു. അവിടെ നിന്നത് വ്യതിചലിച്ചു BJPയുടെ കോട്ടയായി മാറി. ചെറുപ്പാലത്തൊരു സ്നേഹമായിപ്പോയി, സഹോദരൻ പോലെ. എന്നും അത് തന്നെ. അപ്പൊ ഇത്തവണയും അമ്മ 94-ാമത്തെ വയസ്സിലും അമ്മ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്തവണ അമ്മ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? ഇലക്ഷൻ ഫണ്ട് ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. അത് പോയിട്ട് വോട്ടർമാർക്ക് കൊടുക്കാനുള്ള സാരി ചെയ്യാൻ ചുമ്മാ അവരുടെ കാര്യം. ആ ശബരിമലയിൽ യുവതികളെ കയറിയത് അതൊരു നമ്മുടെ വിശ്വാസത്തിന് ഒരു തടസ്സമുണ്ടായിട്ട് തോന്നിട്ടാണ്. CPM-നെയും കോൺഗ്രസിനെയും പിന്നിലാക്കി BJP ഒന്നാം സ്ഥാനത്ത്. അതിപ്പം അത് യുവതി കയറിയതും അതോടൊപ്പം തന്നെ ഇപ്പം ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്ന വണ്ടികളെ തടഞ്ഞു. സ്ക്വാഡ് ഇങ്ങനെ ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരൻ്റെ മൗലികമായ അവകാശമാണ്. ഭരണഘടന അവന് നൽകുന്ന അവകാശമാണ് ഈ വോട്ട് ചെയ്യുക എന്നുള്ളത്. വോട്ട് ചെയ്ത അന്നു മുതൽ പണ്ടുകാലങ്ങളിൽ, അതായത് 1986 അന്നു മുതൽ ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ഒരമ്മ, പൂങ്കുളം ലളിതാമ്മയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. തുടക്കം മുതൽ തന്നെ അന്നത്തെ പാർട്ടിയായിരുന്ന ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച കേരളവർമ്മയ്ക്ക് വോട്ട് ചെയ്തത് മുതൽ ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ താമര ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുന്ന, അതിൻ്റെ പ്രചരണ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന ലളിതാമ്മയെ പരിചയപ്പെടാം. അമ്മ നമസ്കാരം. അമ്മ തുടക്കം മുതലേ ഇങ്ങനെ BJP അല്ലെങ്കിൽ ഈ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ വരാൻ? നമ്മളെ തിരുവനന്തപുരത്തേക്ക് അതൊരു സ്നേഹം, അല്ല മറ്റു പാർട്ടിയൊന്നും കൊള്ളൂല. അതുകൊണ്ട് കണ്ടറിഞ്ഞിട്ട്. അപ്പൊ ഇത്തവണയും അമ്മ 94-ാമത്തെ വയസ്സിലും അമ്മ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്തവണ അമ്മ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? BJP കൊടുക്കുള്ളൂ, കൊടുക്കൂല. ഇപ്പൊ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും BJPക്ക് തന്നെ വോട്ട് ചെയ്യും. അതേ കൊടുക്കുള്ളൂ. ഇല്ലല്ലോ. എല്ലാരെയും BJP ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അതൊരു വയസ്സായ മനുഷ്യനല്ലേ, ചെറുപ്പാലത്തൊരു സ്നേഹമായിപ്പോയി, സഹോദരൻ പോലെ. എന്നും അത് തന്നെ. ഏതെങ്കിലും നല്ല ഓർമ്മകളുണ്ട്? രാജഗോപാലിലൂടെ മത്സരിക്കുന്ന സമയത്ത് ഈ വീടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോലീസൊക്കെ വന്നു, ഇവിടെ റെയ്ഡ് നടത്തി. ആ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? പറ്റൂല. പോലീസൊന്നും എന്റെ മയോട് ഒന്നും ചെയ്തില്ല. പോലീസൊന്നും ഭ്രാന്താവുന്നു. അത് നമ്മളെന്തൊരു പറയാൻ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ നോട്ടപ്പുള്ളിയായിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് മുതൽ തന്നെ ഇങ്ങനെ ഈ രാഷ്ട്രീയമായിട്ടൊക്കെ നിങ്ങൾക്ക് എതിർപ്പുകളൊക്കെ? ഇന്നും ഞാനിതേ ചെയ്യുള്ളൂ. ഇന്നത് ഒരു പാർട്ടിക്കാരൊന്നും തല്ലിയൊന്നും ഇല്ല. ഓട്ടില്ല. എനിക്ക് നടന്നു വരാൻ പറ്റില്ലല്ലോ. ഇല്ല. എന്ത് വന്നാലും BJPക്ക് വോട്ട് ചെയ്യും. അതാണ് ഇഷ്ടം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ജയിക്കൂ? നിയമത്ത് മാറ്റം ഉണ്ടാവും? ജയിക്കും. നല്ല ഭൂരിപക്ഷം ജയിക്കും. അപ്പൊ അമ്മ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അമ്മയുടെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുമ്പം അവരൊക്കെ അത് സ്വീകരിക്കും? അതിനെ ചെയ്യുക. സ്നേഹത്തോടെ അമ്മ സംസാരിക്കുമ്പോൾ അതിനെ ചെയ്യും. അമ്മ ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ മത്സരിക്കുന്ന ആള് 10 വർഷം മുമ്പ് MLA ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം മന്ത്രി കൂടിയാണ്. അപ്പോൾ ശിവൻകുട്ടി എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഇവിടെ എന്തെങ്കിലും വികസനം ചെയ്തിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ അവരുടെ കാര്യം അതങ്ങനെ പോവും. നമ്മളെ ഈ വിശ്വാസികളുടെ എല്ലാവരും വലിയൊരു ആഘാതമുണ്ടായ ഒരു സംഭവമാണ് ശബരിമലയിൽ ആചാര ലംഘനം നടന്നത്. യുവതീ പ്രവേശനം നടത്തിയത് LDFൻ്റെ കാലത്താണ്. ആ ശബരിമലയിൽ യുവതികളെ കയറിയത് അതൊരു നമ്മുടെ വിശ്വാസത്തിന് ഒരു തടസ്സമുണ്ടായിട്ട് തോന്നിട്ടാണ്. അതിപ്പം അത് യുവതി കയറിയതും അതോടൊപ്പം തന്നെ ഇപ്പം ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഈ ആഭരണങ്ങളൊക്കെ തിരുവാഭരണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നില്ലേ, അതൊക്കെ ഇവരുടെ കാലത്തുണ്ടായതാണ്. അതിനെക്കുറിച്ച് അല്ല അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇവരുടെ നമ്മളാലത്തൊന്നുമില്ല ശബരിമല പോയപ്പോ ആരും ഒന്നും മോട്ടിക്കില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും മോട്ടിക്കുന്നു. അല്ല മോട്ടിക്കൊന്നുമില്ല. നമ്മൾ കയറിയാൽ മോട്ടിക്കില്ല. അപ്പൊ BJP ഉണ്ടെങ്കിൽ മോട്ടിക്കും. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ നമ്മൾ വേണം. BJP വേണം. BJP വേണമെന്ന് അമ്മ പറയുന്നത്.
അപ്പൊ അമ്മ ഇപ്പൊ ഈ വോട്ടർമാരെ കാണാൻ പോകുമല്ലോ, ഇപ്പൊ വോട്ടർമാരെ കാണാൻ പോകുമ്പോ അമ്മ അവരുടെ അടുത്ത് എന്തായിരിക്കും പറയുക? നമ്മൾ എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം അമ്മ? പോവില്ലല്ലോ. കൂട്ടുകാരടുത്ത് പറയൂലേ? ഞാൻ വോട്ടേ പോവില്ല കളെ. ആൾക്കാരുടെ അടുത്ത് പറയൂലേ? അതുകൂടെ വോട്ട് ചെയ്യുള്ളൂ. വോട്ട് ചെയ്യുള്ളൂ. അല്ല അമ്മയ്ക്ക് പറ്റൂല. എന്നെ എല്ലായിടത്തും കൊണ്ട് നടക്കണം. അമ്മയുടെ പരിചയത്തിലുള്ള ആൾക്കാരെ വന്ന് ചോദിക്കുമ്പോ അമ്മ പറയൂ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്? ആർക്ക് വോട്ട് ചെയ്യാൻ പറയും? എല്ലാവരും പറയും എന്നെ വോട്ട് ചെയ്യണമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിച്ചല്ലോ, അവരെന്തെങ്കിലും വികസനം കൊണ്ടുവന്നോ? ഇതൊന്നും തന്നിട്ടില്ല. എനിക്കൊന്നും തന്നത് ആദ്യമേ വിജയിച്ചു തന്നെ. അല്ല എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല. ഈ ഇവിടെ പ്രദേശത്ത് റോഡ് അങ്ങനെ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടോ? എല്ലാം ഇത് തന്നെ ചുറ്റിയത്. അല്ല നമ്മളെ ചെറുപ്പം പറ്റി എനിക്ക് അറിഞ്ഞൂടാ. അമ്മയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അമ്മ ഒരു സംഭവം സൂചിപ്പിക്കുകയുണ്ടായി. രാജഗോപാലിന്റെ ആ ഇലക്ഷൻ സമയത്ത് ഈ വീട് റെയ്ഡ് നടന്നത്, ആ സംഭവം എന്താണെന്ന് പറയാം? അതായത് രാജേട്ടൻ്റെ ഇലക്ഷൻ സമയത്ത് രാജേട്ടൻ്റെ ഇലക്ഷൻ ഫണ്ട് ഇവിടെയാണ് സൂക്ഷിക്കുന്നതും, അത് പോയിട്ട് വോട്ടർമാർക്ക് കൊടുക്കാനുള്ള സാരി ഇവിടെയാണ് സൂക്ഷിക്കുന്നതെന്നും പറഞ്ഞ് ഇവിടെ റെയ്ഡ് നടത്തുകയുണ്ടായി. അത് അന്നത്തെ MLA-യുടെ നിർദ്ദേശപ്രകാരമാണ് റെയ്ഡ് നടത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇവിടെ റെയ്ഡ് നടത്തി. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. വൈകുന്നേരം 3:30 മണി വരെ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. അതിന് മുൻപ് എന്തെങ്കിലും സംഭവങ്ങളോ ശേഷം എന്തെങ്കിലും അനുഭവങ്ങളോ? അല്ല, അതിനുശേഷം പിന്നെ അവരാരും ഇങ്ങോട്ട് വന്നില്ല. അന്ന് ഇവിടെ മൊത്തം ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഒത്തുകൂടി അങ്ങനെ വന്ന വണ്ടികളെ തടഞ്ഞു. സ്ക്വാഡ് ഇങ്ങനെ ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവരെ തടഞ്ഞു. അവർ എഴുതി തന്നിട്ട് പോയി. ഇങ്ങനെ ഇവിടെ വേറെ ഒന്നും പരിശോധിച്ച് വേറെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവർ പോയി. ഇതൊരു പാരമ്പര്യമൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന സ്ഥലമാണ് ഈ പ്രദേശം. അപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടയായിരുന്നു. അവിടെ നിന്ന് അത് വ്യതിചലിച്ചു BJP-യുടെ കോട്ടയായി മാറി. ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു 5 ഇലക്ഷൻ കൊണ്ട് ഈ ബൂത്ത് BJP-യാണ് 1-ാം സ്ഥാനം. ഒരു കൗൺസിലറെ നമുക്കൊരു കൗൺസിലർ കിട്ടി. 25 വർഷത്തിന് ശേഷം നമുക്ക് CPM-ൻ്റെ കയ്യിരുന്ന വാർഡ് നമുക്ക് കിട്ടി. വയൽക്കര രതീഷാണ് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഏകദേശം 600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. അതിൻ്റെ ഭൂരിപക്ഷം നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. പണ്ടൊക്കെ ഈ BJP സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കുന്ന സമയങ്ങളിൽ ഈ മേഖലയൊന്നും ദർശിക്കാറില്ല. വളരെ കുറച്ച് വീടുകളിൽ മാത്രം പ്രവർത്തനങ്ങളുണ്ടാവും. ഞങ്ങൾ ആദ്യകാല ഇതിൽ പോകുമ്പോൾ എൻ്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവർ പറയും, നിങ്ങളാരും ഞങ്ങളടുത്ത് വരരുത്, ഞങ്ങൾ വോട്ട് ചെയ്തേക്കാം, നിങ്ങളാരും ഞങ്ങളടുത്ത് വരരുത്. ഞങ്ങളവിടെ ഇന്ന ഏജൻ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആരെയും അവരുടെ അടുത്ത് പോകാൻ പാടില്ല. കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ വളർന്ന് ഇന്ന് CPM-നെയും കോൺഗ്രസിനെയും പിന്നിലാക്കി BJP 1-ാം സ്ഥാനം എത്തിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അണികളുള്ളൂ BJP-ക്ക് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ബൂത്ത് കമ്മിറ്റി ഉള്ളത് BJP-ക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ ബൂത്ത് കമ്മിറ്റി എല്ലാം വേറൊരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ കോപ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചില നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട് BJP-യുടെ നേതൃനിരയിലേക്ക്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ജനങ്ങളുടെ പൾസ് എന്താണ്? ഈ ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെയാണ്. കാരണം കേന്ദ്രമന്ത്രി, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ എത്തിക്കുന്നുണ്ട്. അമൃതം പദ്ധതി ആയിരുന്നാലും ശരി, ഈ നമ്മുടെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന, അതിപ്പോൾ പേര് മാറ്റി അവർ കൊടുക്കണമെങ്കിലും അതായിരുന്നാലും ശരി, നമ്മുടെ വെള്ളം, കൃഷിക്കാർക്കുള്ള ഇതെല്ലാം പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന കാര്യമായിട്ട് എല്ലാവരുടെ അടുത്തും നമ്മൾ എത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ വാങ്ങുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കർഷകരുടെ പൈസ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് CPM-മാരാണ്. അവിടുത്തെ മറ്റുള്ളവരല്ല, CPM-മാരാണ് ഏറ്റവും വാങ്ങുന്നത്. അതേപോലെ വീട്, ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന വീട് ഇവർ ലൈഫ് ഭവന പദ്ധതി മാറ്റിയിട്ടും അത് കൊടുക്കുന്നത് അവർ CPM-മാർക്കാണ്, നമുക്കല്ല, മറ്റുള്ളവരൊക്കെ ആക്കുമല്ലോ. ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ ഇവിടെ നമ്മൾ തെളിവ് കാണിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ അവർ കൊടുത്തിട്ടുണ്ട്, പെൻഷനായവർക്ക് വരെ. അപ്പോൾ അതിൽ നിന്നെല്ലാം ജനം മനംനൊന്താണ് ഇപ്പോൾ മാറി നമുക്ക് 25 വർഷത്തിന് ശേഷം മാറി നമുക്ക് വോട്ട് ചെയ്തത്. BJP-ക്ക് ഇത്തവണ വിജയസാധ്യത? BJP-യോട് നമ്മൾ ഏകദേശം ഒരു 30,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും നിയമമണ്ഡലത്തിൽ. കാരണം അത് അങ്ങനത്തെ വർക്കാണ് മൊത്തം നടക്കുന്നത്. അപ്പോൾ ലോക്സഭയിൽ 22,570 വോട്ടുണ്ടായിരുന്നു ഭൂരിപക്ഷം. അതിനേക്കാളും ഭൂരിപക്ഷം ഉണ്ടാവും. കാരണം അതിനെക്കാട്ടും 2 വാർഡ് നമുക്കിപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കോർപ്പറേഷനിൽ. ഒന്ന് പുങ്കളവും, ഇതുവരെയും കിട്ടാതിരുന്ന പുങ്കളവും നമുക്ക് കിട്ടി. അങ്ങനെ നെടുങ്കാട് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്ന വാർഡുകളാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും സീറ്റ് നേടിപ്പോരുന്നത്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് വിജയമല്ലാതെ വേറെ ഒന്നും നമ്മുടെ ഇതിലില്ല.
ഇവിടെ കേരളവർമ്മ ആദ്യമായിട്ട് മത്സരിക്കുന്ന 84 ആ കാലഘട്ടം മുതൽ അത് മുതലുള്ള സംഭവങ്ങൾ അമ്മയുടെ മനസ്സിലുണ്ട്. അപ്പം അമ്മയുടെ കൂടെ മകനെന്ന രീതിയിൽ ആ ഓർമ്മകളും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ അമ്മയുടെ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അമ്മയൊന്നും വർക്ക് ചെയ്യാൻ അങ്ങനെ നമ്മുടെ കൂടെ സ്കോഡിൽ ഇറങ്ങിയില്ലെങ്കിലും ഇവിടെ 4-5 പേരുണ്ട്. അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നല്ലാതെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഇറങ്ങാൻ അവരാരും തയ്യാറാവില്ല. ആ പഴയ കേരളവർമ്മയുടെ കാലത്ത് ഇറങ്ങാറില്ല. നമ്മളൊക്കെ വോട്ട് പിടിക്കാൻ പോകുന്നില്ല. ആ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അന്ന് തെരഞ്ഞെടുപ്പ് മറ്റുള്ളവർ നല്ല രീതിയിൽ പൈസ വാരി ഒന്ന് എതിർ സ്ഥാനാർത്ഥി ചാൾസ് ആയിരുന്നു കോൺഗ്രസിൻ്റെത്, മറ്റത് ONVO അങ്ങനെ ആരുമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. അതിൻ്റെ ഇടയിൽ നിന്നാണ് കേരളവർമ്മ മത്സരിക്കുന്നത്. എന്നിട്ട് അവർക്ക് നല്ല കാശ് വാരി ഇറങ്ങിയിട്ട് പോലും നമ്മൾ അവരെ ഒപ്പം ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചു. ഞങ്ങൾക്ക് കാശില്ലെങ്കിലും ഞങ്ങൾക്ക് അവരെ ഒപ്പം എത്താൻ സാധിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അന്ന് നമ്മൾ ആദ്യമായിട്ടാണ് അതായത് BJP അല്ലെങ്കിലും ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വർക്കിന് ഇറങ്ങുന്ന അപ്പോഴാണ്. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിലും അപ്പോഴാണ് നമ്മളിങ്ങനെ ഇലക്ഷൻ നമ്മൾ തയ്യാറെടുക്കുന്നതും ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നത്. അത് അങ്ങനെയാണ്. അല്ലാതെ അതിന് മുമ്പേ ഒന്നും നമ്മളിവിടെ ഇല്ല. അതിനുശേഷമാണ് BJP വന്നതും ആ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത 89-ലോ 88-ലോ ആണ് അടുത്ത ലോക്സഭ ഇലക്ഷൻ വരണമില്ല. അതുതൊട്ടാണ് നമ്മളിവിടെ ഇലക്ഷൻ വർക്ക് BJP ഇലക്ഷൻ വർക്ക്. അന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 5 പോസ്റ്ററായിരിക്കും. ഒരു 5 പോസ്റ്ററോ 5 അഭ്യർത്ഥനയെ കിട്ടും. അല്ലെങ്കിൽ 5 നമ്മുടെ ചിഹ്നം എന്ന് പറഞ്ഞൊരു 5 എണ്ണം. ഇതാണ് ഒരു ബൂത്തിൽ കിട്ടുന്നത്. ഇത് ഒട്ടിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ അഭ്യർത്ഥനയൊക്കെ എന്ന് പറഞ്ഞത് കുറച്ചൊക്കെ കിട്ടും. ചുവരെഴുതുന്നതൊക്കെ ഇന്ന് വോട്ടുകാവി ഇല്ല. അന്ന് വോട്ടുകാവി കുമ്മായവും ചുവരിലടിച്ചാണ് നമ്മൾ ചുവരെഴുതുന്നത്. അവിടെ നിന്നാണ് പാർട്ടി ഇത്രയും വളർന്നത്. അത് ഇവിടുത്തെ നല്ല മനസ്സുള്ള, അതായത് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ട് നിൽക്കുന്ന നമ്മുടെ സ്വയം സേവകരും അതേപോലെ ഇന്ത്യയിൽ വിശ്വസിക്കുന്നവരുമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നും അവർക്കൊപ്പമായിരിക്കും എല്ലാവരും. അപ്പോൾ അമ്മ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന് വോട്ടിടാൻ വേണ്ടിയിട്ടും വോട്ട് ചോദിച്ചു അമ്മ ഇറങ്ങിയാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖരന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. വിജയാനുഗ്രഹം ആശംസ ഉണ്ടാവും. തീർച്ചയായിട്ടും ജയിക്കും മക്കളെ. ഒരു പ്രയാസമില്ല. ജയിക്കും. ശരി.